കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സോൺ കലോത്സവത്തിനിടെയും സംഘർഷമുണ്ടായി. കോഴിക്കോട് പുളിയാവ് കോളേജിൽ നാടക മത്സരം നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ഇടപെട്ട മത്സരങ്ങൾ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആ ഡി സോണിൽ തുടങ്ങിയ കലാപം അത് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു, ഒരു പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കലയുടെ ഉത്സവമാണ്, ഇതിനെ ഇങ്ങനെ കലാപോത്സവമാക്കി മാറ്റുന്നത് എന്തിനെന്ന് ചോദ്യം ഉയരുന്നുണ്ട്. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. മറ്റ് ഇടങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ബി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് പുളിയാവ് കോളേജിലാണ് ബി സോൺ കലോത്സവം നടക്കുന്നത്. അവിടെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടെ നാടക മത്സരം പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിൽ മത്സരം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കർട്ടനിട്ടു എന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായി. ആ തർക്കങ്ങളാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അതിൽ 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ നാടക മത്സരമായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആ വേളയിലാണ് കർട്ടനിടുകയും മത്സരം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കർട്ടനിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായി. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. ഒടുവിൽ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. പിന്നീട് വിദ്യാർത്ഥികളെല്ലാം തന്നെ പോലീസിനെതിരെ തിരിയുന്ന ഒരു ഘട്ടമുണ്ടായി. ഏറ്റവും ഒടുവിൽ മത്സരങ്ങൾ പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയാണ് ചെയ്തത്. മത്സരങ്ങൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിന്ന പശ്ചാത്തലത്തിൽ പിന്നീട് അത് അവസാനിപ്പിച്ച് ഒഴിവാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങി. ഇനി 9 മണിയോടുകൂടി ആയിരിക്കും മത്സരങ്ങൾ പുനരാരംഭിക്കുക. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും മത്സരങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 15 വിദ്യാർത്ഥികൾ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിൽ ഉണ്ടായതുപോലെ ഡിയിലും അതുപോലെ F സോണിലും ഒക്കെ ഉണ്ടായതുപോലെ ബി സോൺ കലോത്സവത്തിലും ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നു. ഒരു അനിഷ്ട സംഭവങ്ങൾ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നത്. കലോത്സവം എന്നത് ഇപ്പോൾ ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ കലോത്സവമായി മാറുന്നു എന്നുള്ള ഒരു ഖേദകരമായ കാര്യം തന്നെയാണ് കോഴിക്കോട് നിന്നും നമുക്ക് പങ്കുവെക്കാനുള്ളത്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വിവിധ സോണുകളാക്കി തിരിച്ചാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടക്കുന്നതിന് ശേഷമാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക.